നമസ്കാരം. വേൾഡ് കപ്പിൽ ജർമ്മനി ക്യുറാസോ മത്സരം കണ്ടിരിക്കുകയാണ്. ക്യുറാസോ എന്നല്ല മറ്റു പല രീതിയിലുള്ള ഉച്ചാരണങ്ങൾ വരുന്നുണ്ട് മലയാളത്തിൽ. ക്യുറാസോവ എന്ന് നമുക്ക് പറയാം. അക്കിര കുറസോവയല്ല, ക്യുറാസോ എന്നാണ് നമ്മൾ അതിൻ്റെ ശബ്ദം ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പം കാണുന്നത്. നമുക്കെന്തായാലും കാര്യം മനസ്സിലായതല്ലോ. അതൊന്നുമല്ല നമ്മളെ പ്രശ്നം. ഈ കളി കണ്ടിട്ട് ആകെ ധരിച്ചിരിക്കുകയാണ് ഞാൻ. ആകെപ്പാടൊരു വിഷമമായി എന്ന് തന്നെ പറയേണ്ട അവസ്ഥയാണ്. എന്താണ് വിഷമെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. എന്തായാലും ജർമ്മനി വേൾഡ് കപ്പിൽ ഒരു വല്ലാത്ത കളി, ഒരു ഗംഭീര കളി കളിച്ച് ഇരിക്കുകയാണ്. അതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്കതിൻ്റെ വിശദാംശത്തിലേക്കൊക്കെ പോകാം. ആമുഖമായിട്ട് പറയാനുള്ളൊരു കാര്യം, 2014 വേൾഡ് കപ്പിൽ അർജൻറ്റീന മെസ്സി കരഞ്ഞ വേൾഡ് കപ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. ഫൈനലിൽ ജർമ്മനിയോട് തോറ്റ, ജർമ്മനി വേൾഡ് കപ്പ് നേടിയ വേൾഡ് കപ്പിൽ സെമി ഫൈനലിൽ ബ്രസീലിനെ 7-1 തോൽപ്പിച്ച ജർമ്മനിയുടെ ഒരു കളി നമ്മുടെ ഓർമ്മയിലുണ്ട്. കണ്ടതായിട്ട് തന്നെ നമ്മുടെ അനുഭവത്തിലുണ്ട്. 2002 സൗദി അറേബ്യനെ ഇതുപോലെ 8-0 തോൽപ്പിച്ച കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്തായാലും അത് കണ്ടതായിട്ട് ഞാൻ എന്തായാലും ഓർക്കുന്നില്ല. ഇതിപ്പോൾ അമ്മാതിരി ഒരു കളിയായിപ്പോയി. ക്യുറാസോവയോ 7-1 ജർമ്മനി തോൽപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഈ കളി മൊത്തത്തിൽ കാണുമ്പം ആദ്യഘട്ടം മുതൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും 7-1 പോരാ. യഥാർത്ഥ ജർമ്മനിയാണെങ്കിൽ 7-1 പോരാ. നമ്മൾ ബ്രസീലിനെ അന്ന് അടിച്ച ജർമ്മനി ആണെങ്കിൽ മിനിമം ഒരു 14 ഗോളെങ്കിലും അടിക്കണം. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ 7 അടിച്ചു എന്നുള്ളത് രസകരമായ അനുഭവമായി മാറിയിട്ടുണ്ടെങ്കിലും ജർമ്മനിയുടെയും പലവിധ പ്രശ്നങ്ങൾ നമുക്ക് അവിടെ ഇവിടെയായിട്ട് കാണാം. ആദ്യഘട്ടത്തിലൊക്കെ അത് നമുക്ക് ജർമ്മനി ഒന്ന് വറച്ച ഒരു പോയിൻ്റ് കൂടി ഉണ്ട്. എന്നാൽ അതിന് ശേഷം ജർമ്മനി അങ്ങ് മുന്നോട്ട് പോകുന്നുണ്ട്. ചറപറ ഗോളടിക്കും എന്നുള്ള അവസ്ഥയാണ് ആദ്യത്തെ ഒരു 10-18 മിനിറ്റോളം ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു അത്രയും സമയം കഴിഞ്ഞിട്ടാണ് ക്യുറാസോയ്ക്ക് ഒരു ബോൾ നേരാൻ വണ്ണം അവരെ കോർട്ടിലേക്ക് കൊണ്ടുപോകാൻ വരെ കഴിഞ്ഞത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി. ആകപ്പാടെ ഒരു ചറവറ ഗോളടിക്കേണ്ട ഒരു മത്സരമായിരുന്നു. ഒരു പരിധിവരെ ജർമ്മനി അത് വിജയിച്ചു. വന്നവനും പോയവനും ഒക്കെ അടിക്കുകയാണ്. അവസാനം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് കളിക്കാൻ വന്നവനൊക്കെ അടിക്കുന്നു പോകുന്നു എന്നുള്ള അവസ്ഥയിലേക്കാണ് എത്തിയത്. അങ്ങനെ 7 ഗോള്, ഒരു ഗോള് ക്യുറാസോ തിരിച്ചടിച്ചു. അതാണ് ഏറ്റവും മനോഹരമായൊരു നിമിഷം ഈ കളിയിൽ. ആദ്യമായി ലോകകപ്പിൽ കളിക്കാൻ വന്ന ടീമും 5ാമത് ലോകകപ്പ് നേടാൻ വന്ന ടീമും തമ്മിലുള്ള മത്സരമാണെന്ന് ഓർക്കണം. അവിടെയാണ് ദൗർബല്യമുണ്ട്. ക്യുറാസോയ്ക്കും കാര്യമായ ദൗർബല്യമുണ്ട്. നമുക്ക് അവസാനമൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമമാവും കളി അതിൻ്റെ ഒരു ഘട്ടത്തിൽ എത്തുന്ന സമയത്ത്. ഒരു തവണയെങ്കിലും ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുക്കും. അവസാനത്തെ മിനിറ്റിലൊക്കെ അവരവിടം വരെ പോകുന്നുണ്ട് ചില സമയത്ത്. ഒന്ന് അടിച്ചോട്ടെ എന്നുള്ള ഒരു ഒന്ന് അനുവദിക്കൂ എന്നുള്ള മനസ്സിലേക്ക് നമ്മൾ കൂടി എത്തും. എന്തായാലും അങ്ങനെയൊന്നും അനുവദിച്ചില്ല. ഒരൊറ്റ ഗോള്, ആ ഗോള് അടിച്ചതിൻ്റെ ആഘാതത്തിൽ ജർമ്മനി ചറപറ അടിച്ച് 7 ഗോളടിച്ച് തീർത്തു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളോട് കളിക്കാനാണോ ഇമ്മാതിരി ടീമൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ഗോളടിച്ച് തരികയാണോ എന്നുള്ള ജർമ്മനിയുടെ കഴിഞ്ഞ 2 വേൾഡ് കപ്പിൽ, എനിക്കൊന്ന് ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തുപോയി 2 വേൾഡ് കപ്പിൽ അപമാനിതരായി നിൽക്കുന്ന ജർമ്മനി ഇത്തവണ ഒരു തിരിച്ചുവരവിൻ്റെ നല്ല ലക്ഷണം കാണിക്കുന്ന ഒരു മത്സരം തന്നെയായി. ക്യുറാസോവയാണ് എങ്കിൽ പോലും അവരുടെ കളിയുടെ മികവ് പ്രത്യേകമായിട്ട് നമ്മൾ പറയേണ്ടതുണ്ട്. അതിനിടയിൽ പഴുതുകളുണ്ട്, പരിമിതികളുണ്ട്, ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഗോള് തന്നെ എടുത്തു നോക്കിയാൽ ആ കളിയുടെ പോക്ക് മനസ്സിലാവും. ഗോളിൻ്റെ രസകരമായ അവസ്ഥകളുണ്ട്. കളി ആരംഭിക്കുമ്പം തന്നെ ഇപ്പോൾ സാധാരണ ജർമ്മനിയുടെ ഫോമിലുള്ള കാലത്തൊക്കെ ജർമ്മനിയുടെ ഒരു ശീലമാണ് കയറി അങ്ങ് അടിക്കുക, വന്ന ഉടനെ അങ്ങ് പോയി അടിക്കുക എന്നുള്ളൊരു പരിപാടി ജർമ്മനിക്കുണ്ട്. ജർമ്മൻ ആരാധകരുടെയും സ്വഭാവത്തിൽ അത് നമുക്ക് കാണാൻ കഴിയും. അവർ വന്ന ഉടനെ അങ്ങ് അടിക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നീട് എന്താണെന്നുള്ള പിന്നെയാണ്. അതുപോലെ ഫെലിക്സ് മെച്ച ആദ്യത്തെ ഗോൾ 6ാമത്തെ മിനിറ്റിൽ ഗോളടിച്ചു. അത് കഴിഞ്ഞ് നമ്മളെ ഞെട്ടിച്ചത് പിന്നീടുള്ള അവരുടെ കളിയിലെ പഴുതുകളിൽ അവർ വീണു പോകുന്നതാണ്. അതായത് മുഴുവൻ സമയം അപ്പുറത്ത് തന്നെയാണ് കളി. നിങ്ങൾ ആ കളിയുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഈ ആദ്യത്തെ ഒരു 10-18 മിനിറ്റൊക്കെ മുഴുവൻ സമയവും അപ്പുറത്താണ് കളി. ജർമ്മനി പക്ഷേ ഗോളടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. മറ്റവരും മരിച്ച് കളിക്കുകയാണ്. അങ്ങനെ കളിച്ച് 21ാമത്തെ മിനിറ്റിൽ ലിവാനോ കൊമനൻഷ്യ വന്നിട്ട് ഒരു ഗോൾ തിരിച്ചടിച്ചു ജർമ്മനിക്ക്. ഇത് പോക്കന്നെ. നമ്മൾ ഈ ഓരോ വേൾഡ് കപ്പിലും ഓരോ മത്സരത്തിലും വേൾഡ് കപ്പിലും മത്സരത്തിലും കറുത്ത കുതിരയാണോ എന്ന് നോക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഇപ്രാവശ്യത്തെ കറുത്ത കുതിര ഇതാണോ എന്ന് നോക്കല്ലോ. അതുപോലൊരു നോട്ടം ക്യുറാസോവയെക്കുറിച്ച് നമുക്കുള്ളൊരു സങ്കല്പത്തിൽ ഇന്ന് നോക്കിക്കൊണ്ടിരുന്ന, ഈ കളി കാണുമ്പോൾ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ ആദ്യത്തെ ഗോൾ അടിച്ചു, അപ്പം 2ാമത്തെ ഗോൾ തിരിച്ചടിച്ചപ്പോൾ ഇത് സംഗതി പാളിപ്പോകും എന്ന് വിചാരിച്ചു. ജർമ്മനി അങ്ങ് വിറച്ചുപോയി.
അവർ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു ഗോൾ. കാരണം അമ്മാതിരി കളിയാണ് അവിടെ ഇപ്പുറത്തെ സൈഡിൽ കളിക്കുന്നത്. അവർക്ക് ഒരു തവണ ഇങ്ങോട്ട് അവസരം കിട്ടി, അതിൻ്റെ പിന്നാലെ ഗോളും അടിച്ചു എന്നുള്ളതാണ് ക്യൂറസോയുടെ അവസ്ഥ. അപ്പം ചില്ലറ കളിയല്ല എന്ന് ജർമ്മനിക്ക് ബോധ്യപ്പെട്ട് ഇരിക്കണം. പിന്നെ അങ്ങോട്ട് ജർമ്മനി അങ്ങ് ഇറങ്ങാണ്. നമ്മൾ ചറവറ ഗോളടിക്കാനുള്ള ശ്രമങ്ങളാണ് പല തവണ. പലപ്പോഴും അത് മാറിപ്പോകുന്നുണ്ട്. ഇപ്പുറത്ത് റൂം എന്ന് പറയുന്ന ക്യൂറസോവയുടെ ഈ ഗോളിക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഗോൾ വരും. അങ്ങനത്തെ അടിക്കുന്ന അവസ്ഥയാണ്. ഇങ്ങനെ ഈ കോർണർ ലൈനിലൊക്കെ ഇങ്ങനെ വന്ന് പുറത്ത് പോയി അല്ലെങ്കിൽ നിർത്തിയെന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാവും. പിന്നെ മൂപ്പര അടിക്കും. മൂപ്പര അങ്ങനെ പിടിച്ചിട്ടില്ലെങ്കിൽ ഇനിയും കുറേ ഗോൾ വീണേനെ. അയാളുടെ പ്രതിരോധം കൊണ്ടും ജർമ്മനിയുടെ പിടിപ്പ് കോഡ് കൊണ്ടും മിസ്സായ കുറേ ഗോളുണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഒരു 14 ഗോളെങ്കിലും മിനിമം വീഴേണ്ടതായിരുന്നു എന്ന്. എന്നിട്ടും 7 ഗോൾ അവരടിച്ചു. അപ്പോൾ ഈ 1-1 സമനില വഴങ്ങിയ ഉടനെ പിന്നെ അങ്ങ് ജർമ്മനി അർമാദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് രണ്ടാമത്തെ ഗോള് 38-ാം മിനിറ്റിൽ സ്കോൾട്ടർ ബെക്ക് അടിക്കുകയാണ്. അതോടുകൂടി ഇവരുടെ നില അങ്ങ് മാറി. ജർമ്മനി അങ്ങ് അടിക്കാൻ തീരുമാനിച്ചതാണ് എന്ന് വരികയാണ്. മൂന്നാമത്തെ ഗോൾ ഹാവർട്സിൻ്റെയാണ്. ഹാവർട്സ് ഗോൾ അടിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹാവർട്സിന് പക്ഷേ മൂന്നാമത്തെ ഗോൾ, അതായത് തൻ്റെ ആദ്യത്തെ ഗോൾ ഈ മത്സരത്തിൽ പെനാൽറ്റിയിലൂടെയാണ് നേടാൻ കഴിഞ്ഞത്. അതായത് മെച്ചയെ റിച്ചാർഡ്ലി ബസോയർ ബോക്സിൽ വീഴ്ത്തി. അത് ഒരു വരവ് മെച്ച വരുന്നത് അടുത്ത രണ്ടാമത്തെ ഗോൾ മെച്ച അടിക്കുന്നുള്ള ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ തടഞ്ഞു വീഴ്ത്തിയതോടെ ആ ഗോൾ മാറി. പക്ഷേ അത് പെനാൽറ്റി ബോക്സിലാണ്, അത് പെനാൽറ്റിയായി. അങ്ങനെയാണ് ഹാവർട്സിന് പെനാൽറ്റി ലഭിക്കുന്നത്. അങ്ങനെ മൂന്നാമത്തെ ഗോൾ ഹാവർട്സ് അടിക്കുകയാണ്. അത് നല്ല മനോഹരമായൊരടി, ഗോളിയെ റൂമിനെ കബളിപ്പിച്ച് അത് ഗോളാക്കി. പിന്നെ നാലാമത്തത് ജമാൽ മുസിയാലയുടെ ഗോളാണ്. അത് 47-ാമത്തെ മിനിറ്റിലാണ്. അഞ്ചാമത്തേത് നഥാനിയൽ ബ്രൗണിൻ്റെ ഗോള് 68-ാമത്തെ മിനിറ്റിൽ. 78-ാമത്തെ മിനിറ്റിൽ ഡെന്നിസ് ഉണ്ടാവിൻ്റെ ഗോൾ. ഉണ്ടാവിൻ്റെ ഗോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മൂപ്പര് ഇടയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നതാണ്. ഇടവേള കഴിഞ്ഞിട്ടാണ് തോന്നുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ വന്ന ഉടനെ മൂപ്പര് അർമാദിച്ച് കളിച്ച് ഒരു ഗോൾ അടിച്ചു. ഇനി ആരെങ്കിലും ഗോൾ അടിക്കാനുണ്ടോ എന്നുള്ളതായിരുന്നു അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒടുവിലത്തെ 7-ാമത്തെ ഗോൾ അടിക്കുന്നത്. അത് ഹാവർട്സിൻ്റെ വകയായിരുന്നു. ഹാവർട്സ് ആദ്യത്തെ പെനാൽറ്റിയാണെന്ന് പറഞ്ഞല്ലോ. മൂപ്പരുടെ രണ്ടാമത്തെ ഗോൾ, കളിയിലെ 7-ാമത്തെ ഗോൾ 88-ാമത്തെ മിനിറ്റിൽ ഹാവർട്സ് അടിക്കുകയാണ്. അങ്ങനെ ഈ കളിയുടെ പ്രധാനപ്പെട്ട അധ്യായം ഗോളിലൂടെ കടന്നു പോവുകയാണ്. നമുക്ക് ഈ മത്സരം തുടക്കം മുതൽ ഒടുക്കം വരെ കാണുമ്പം അനുഭവപ്പെടുന്നത് ഒരു പകുതി വരെ ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ തമാശയായി മാറി. ഒരു ഘട്ടത്തിൽ പകുതിയായപ്പം ന്യൂ ഇയർ അവരുടെ പിന്നെ ജർമ്മനിയുടെ ഗോളി പകുതി അവരുടെ ബോക്സിൽ കിടക്കുകയാണ്, അവരുടെ കളത്തിനിപ്പുറത്ത് കിടക്കുകയാണ്. അത്രമാത്രം വീക്കായി നിൽക്കുന്നൊരു ടീമായി ക്യൂറസോവ് ഇടക്ക് മാറുന്നുണ്ട്. അല്ലെങ്കിൽ മേധാവിത്വം പുലർത്തുന്ന മട്ടിലേക്ക് ജർമ്മനി മാറുന്നുണ്ട്. ടീം സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ 26 ഷോട്ട്സാണ് ജർമ്മനി അടിച്ചത്. 6 ഷോട്ട്സ് ക്യൂറസോവ് അടിച്ചിട്ടുള്ളൂ. 11 ടാർഗറ്റിലേക്കുള്ളത് 11 ജർമ്മനി അടിച്ചത്. ക്യൂറസോവ് ആകെ 2 ആണ് അടിച്ചത്. 65% പൊസിഷൻ ജർമ്മനിയുടെ കയ്യിലായിരുന്നു. ബാക്കിയുള്ളത് 35 മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. പാസുകൾ 599 പാസ്സാണ് ജർമ്മനി കൊടുത്തത്. ക്യൂറസോവ് എത്രയാണ്? വെറും 289 പാസ്. പാസ് അക്യുറസി എങ്ങനെയാണ്? 89% ജർമ്മനിയുടേത്, അവരുടേത് 84. ഫൗളിൻ്റെ കാര്യത്തിൽ ലേശം മെച്ചമുണ്ട്. ക്യൂറസോവ് 10 ഫൗളുണ്ട്, മറ്റവർ 16 ഫൗളുണ്ട്. അതിൽ ക്യൂറസോവ് കുറച്ച് മാന്യത കാണിച്ചു താരതമ്യേന പറയാം. 16 ഫൗള് ജർമ്മനി കാണിച്ചിട്ടുണ്ട്. ജർമ്മനി അവസാനമൊക്കെ മരണ ഫൗളായിരുന്നു. കാരണം ഈ ഗോള് അടിച്ചടിച്ച അവസാനം എല്ലാവർക്കും അടിക്കാനുള്ള മോഹം വരുമല്ലോ. അങ്ങനെ വന്ന സമയത്ത് ഇവർ ശാരീരിക ബലം കൊണ്ടും തടുക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും വീണിട്ടെങ്കിലും ബോള് തടുക്കുക. ഇനിയും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ക്യൂറസോവ് എന്ത് സംഭവിക്കുന്ന അറിയാത്ത പോലെ. പിന്നെ അവസാനമാകുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഒരു ഗോളും കൂടി അടിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി അവർക്കുണ്ടായിരുന്നു. ഏതായാലും അവർക്ക് പരാജയത്തിൻ്റെ ഒരു ആശങ്ക ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഇടവേളയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴൊക്കെ നമുക്ക് ക്യൂറസോവ് കളിക്കാർ ഭയങ്കര ആഹ്ലാദത്തിലായിരുന്നു. കാരണം അവരുടെ ആദ്യത്തെ ഗോള് അല്ലെങ്കിൽ ആദ്യത്തെ വേൾഡ് കപ്പിലെ ഫസ്റ്റ് ഗോള് നേടാൻ കഴിഞ്ഞല്ലോ. ആദ്യത്തെ വേൾഡ് കപ്പിലെ ആദ്യത്തെ മത്സരത്തിൽ തന്നെ, അതും ആദ്യത്തെ മിനിറ്റുകളിൽ 21-ാമത്തെ മിനിറ്റിൽ ഗോള് നേടി. അത് ആരോടാ? ജർമ്മനിയോട്. 5ാമത്തെ വേൾഡ് കപ്പ് മേടിക്കാൻ വന്ന ജർമ്മനിയോടാണ് കളി. 4 തവണ വേൾഡ് കപ്പ് നേടിയ ടീമിനോടാണ് കളി. അവരോടാണ് ആദ്യത്തെ ഗോൾ നേടി. അങ്ങനെ അവസാനമൊക്കെ ആകുമ്പം എങ്ങനെയെങ്കിലും ഒരു ഗോളും കൂടി അടിക്കണം എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇവർ ചറവറ എല്ലാവരും കൂടി അടിയോട് അടി വന്നപ്പോൾ അവർക്ക് പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ അവസാനം വേണമെങ്കിൽ ഒന്ന് അനുവദിക്കാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ ഒരു കളിയായിരുന്നു. കളി അവസാനിക്കുമ്പോൾ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു വിഷമം നമുക്കുണ്ട്. ക്യൂറസോവ് അവർക്ക് അവസാനം ഒരു ഗോളും കൂടി അടിച്ചൊരു കരുത്ത് ഒന്നും കൂടി ഉറപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഒരു വിഷമമുണ്ട്. വെറും 1.5 ലക്ഷം ജനങ്ങളുള്ളൊരു രാജ്യത്ത് നിന്ന് വന്നിട്ട് അവർ ഇമാതിരി ഒരു കളി ഒന്നുമില്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് അങ്ങനെയെങ്കിലും
ജർമ്മനിനെ വിറപ്പിച്ചല്ലോ എന്നുള്ള ഒരു പ്രത്യേകമായ ബഹുമാനം, ഒരു ഇഷ്ടം നമുക്ക് അവരോട് തോന്നും. ഞാൻ ഈ കളി തുടങ്ങുന്നതിന് മുന്നേയുള്ള ദിവസങ്ങളിൽ നമ്മൾ മൊത്തത്തിൽ ആളുകളുടെ പ്രതികരണമൊക്കെ നോക്കിയപ്പോൾ ക്യുറസോവയുടെ ഒരേ ഒരു മലയാളി ആരാധകനെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. അത് നമ്മുടെ മുൻ മന്ത്രി സജി ചെറിയാനാണ്. എനിക്ക് തോന്നുന്നു ഈ കളി കഴിയുമ്പോൾ അല്ലെങ്കിൽ ആദ്യ ഭാഗത്തെ ആ കളിയുടെ പ്രകടനം ക്യുറസോവയുടേത് കാണുമ്പം കൂടുതൽ പേർ ക്യുറസോവയുടെ ആരാധകരായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇന്നത്തെ കളി ജർമ്മനിയെ സംബന്ധിച്ച് ഈ ലോകകപ്പിലെ വലിയ ഒരു സന്ദേശം മറ്റ് കളി ടീമുകൾക്ക് മുന്നോട്ട് വെക്കുന്നുണ്ട്. കളിയിലെ മികവിൻ്റെ അടിസ്ഥാനത്തിൽ ജർമ്മനി അങ്ങനെ വെറുതെ മടങ്ങിപ്പോകാൻ അല്ല ഇത്തവണ വന്നത്. ഈ കഴിഞ്ഞ 2 വേൾഡ് കപ്പിൽ അവർക്കുണ്ടായ വലിയ അപമാനം അല്ലെങ്കിൽ കളിയിലെ വലിയ തിരിച്ചടികളെ അതിജീവിച്ച് പുതിയ ഒരു ടീമായിട്ട് തന്നെ അവർ വന്നിട്ടുണ്ട്. കരുത്തരായ ടീമാണ് വന്നത് എന്നുള്ളതാണ്. 2014 കളി നമ്മൾ പറഞ്ഞല്ലോ, ബ്രസീലിനെ റെഡിയാക്കി. അന്ന് ടോണി ക്രൂസ് 2 ഗോള് വാങ്ങിച്ച കഥയൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടാവും. ഒരുപക്ഷെ അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഹാവേർട്സ് അടക്കമുള്ള ആളുകൾ, ഗംഭീര കളിക്കാരുടെ ഒരു കരുത്ത് ജർമ്മനിക്കുണ്ട്. ബണ്ടസ് ലീഗയിലെ പെർഫോമൻസിൽ തിളങ്ങിയ നിരവധി കളിക്കാർ അവരുടെ കൂട്ടത്തിലുണ്ട്. കുറസോവ അങ്ങനെ വലിയ ലീഗ് കളികളിൽ പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട 3-4 ലീഗുകളുണ്ടല്ലോ, അതിലൊന്നും പങ്കെടുക്കാത്ത ആളുകളാണ് കൂടുതലും ഉള്ളത്. അവർ പ്രാദേശിക ലീഗുകളിലൊക്കെ ഉള്ള ആളുകളാണ്. അതിൻ്റെ പരിമിതി അവർക്കുണ്ടായിരുന്നു ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിലും. പിന്നെ ഈ കളി മികവിൽ പലപ്പോഴും ഇതിൻ്റെ മുന്നോട്ട് പോക്കിൽ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലൊക്കെ നമുക്കത് കാണുമ്പോൾ അറിയാം. ജർമ്മനി ആ പക്ക പ്രൊഫഷണലായിട്ടുള്ള മികവ് കാണിക്കുന്നുണ്ട് ഓരോ സമയത്തും. പാസിൻ്റെ കാര്യത്തിലൊക്കെ നമുക്കത് രസകരമായ രീതിയിൽ ആസ്വാദ്യകരമായി അവർ കൈകാര്യം ചെയ്യുന്നത് കാണാം. എന്തായാലും ഇങ്ങനെയാണെങ്കിലും പിടിച്ചു നിന്നു. അവർ അവസാനം വരെ ചോരക്കളി കളിച്ചിട്ടാണെങ്കിലും ക്യുറസോവ ഒരു ഗോൾ അടിച്ചിട്ട് അവർ ഇങ്ങനെ മടങ്ങി. എനിക്ക് തോന്നുന്നത് ഇനിയുള്ള ഈ റൗണ്ടിലെ ബാക്കി മത്സരങ്ങളിൽ അവർ കുറച്ചും കൂടി മികച്ച കളി ആയിരിക്കും. ജർമ്മനി ആയതുകൊണ്ടുള്ള പരിമിതി അവർക്കുണ്ടായിട്ടാവും. അതുകൊണ്ട് അവരുടെ അടുത്ത കളിയും നമുക്ക് മിസ്സാവാതെ കാണേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇന്നത്തെ കളി, ഈ ചറവറ അടിയുടെ ഇന്നത്തെ കളി, ഈ ജർമ്മനിയുടെയും ക്യുറസോവയുടെയും കളി ഈ മട്ടിൽ 7-1 ആണ് അവസാനിച്ചത്. ജർമ്മനിയുടെ വരും ദിവസങ്ങളിലെ മുന്നേറ്റം എങ്ങനെയായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.